നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകൾക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 12 മണിക്ക് ശേഷം നല്ല ശക്തിയായിട്ടുള്ള മഴയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ ചെറിയ രീതിയിൽ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാർപോളിനും കാര്യങ്ങളൊന്നും വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ ആൾക്കാർക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. രണ്ടുപേരും ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ സ്റ്റിൽ ചൂട് തന്നെയാണ്, മഴ പെയ്താലും ചൂട് തന്നെയാണ്. ഇവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതുപോലുള്ള വേനൽക്കാലമാണ്, ചൂടുകാലമാണ്. ഇവർക്ക് വാം ടെമ്പറേച്ചറാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു വാം ടെമ്പറേച്ചറിൽ സഡൻ ആയിട്ടുള്ള ഷിഫ്റ്റ് വരുമ്പോഴാണ് സാധാരണ ഇവർക്ക് പ്രശ്നം വരാറുള്ളത്. അതായത് അന്തരീക്ഷം പെട്ടെന്ന് തണുക്കുന്നു, അതുപോലെ തന്നെ തണുത്ത മഴവെള്ളം ടാങ്കിലേക്ക് വീഴുന്നു. അങ്ങനെ ഈ ഒരു വാം ടെമ്പറേച്ചറിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് സ്ട്രെസ് വന്നിട്ട് ഈ ഓസ്കാർ ഫിഷുകൾ ഡെഡായി പോകാറുള്ളത്. അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇല്ല. നമുക്കറിയാം ഇപ്പോൾ ചൂടാണ്, ഈ ഏപ്രിൽ മാസത്തിൽ ഇനി അങ്ങോട്ടും ചൂട് തന്നെയാണ്, ഒരു മെയ് മാസം പകുതി വരെയൊക്കെ ചൂട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ വേനൽ മഴ വന്നാൽ സീരിയസ് ആയിട്ട് ഈ ഓസ്കാറുകളെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഇതുപോലുള്ള ചെറിയ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പ്രശ്നം വരാൻ സാധ്യതയുള്ളത് അതായത് രാത്രി മുഴുവനായിട്ട് നിന്ന് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പി എച്ചിലൊക്കെ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്, സീരിയസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴവെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 5 അപ്പോൾ സാധാരണ മീനുകൾക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പി എച്ച് എന്ന് പറയുന്നത് 6, 6.5, 7, 7.5 വരെയൊക്കെയാണ്. അപ്പോൾ ഈ 5 പി എച്ച് ഉള്ള മഴവെള്ളം എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പെയ്ത് കഴിഞ്ഞാൽ, അതായത് മണിക്കൂറുകളോളം നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഈ പി എച്ചിലൊക്കെ. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ഈ ഓസ്കാറുകൾക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ നമുക്കറിയില്ല, മഴവെള്ളം തണുത്ത മഴവെള്ളമാണെങ്കിലാണ് സീരിയസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ചൂട് തന്നെയാണ്, മഴവെള്ളം വീണാലും അങ്ങനെ വലിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരാൻ സാധ്യത കുറവാണ്. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണി കിട്ടും. അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷം ചൂടായി നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു പേടി കുറവായിരുന്നു. ഇന്നലെ മഴ പെയ്തത് കൊണ്ട് പണി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതേ വന്ന് നോക്കിയപ്പോൾ ആൾക്കാർക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, രണ്ടുപേരും ഓക്കെയാണ്. ജസ്റ്റ് കുറച്ച് ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട്. ഇവർ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇവരെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടാങ്കിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, അതുപോലെ ടാങ്കിലേക്ക് കൈയൊക്കെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നമ്മളുമായിട്ട് അഡാപ്റ്റ് ആവും. അങ്ങനെ നല്ല രീതിയിൽ നമ്മളുമായിട്ട് അഡാപ്റ്റ് ആയി ഇണങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പേടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ മീനുകൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ ഇവർ നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ നോൺ വെജ് ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചിക്കൻ്റെ പീസുകളൊക്കെ കുറച്ച് ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ചിക്കനൊന്നും അങ്ങനെ റെക്കമെൻഡ് അല്ല ഇവർക്ക്, പക്ഷേ ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ മറ്റ് മീനുകൾക്കൊക്കെ കൊടുക്കുന്ന കാര്യം ഞാൻ വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് കൂടുതലും ബെറ്റർ കൊടുക്കാനായിട്ട് ചെമ്മീൻ, അതുപോലെ തന്നെ വേംസ്, ലാർവയൊക്കെയാണ്. അപ്പോൾ അത്തരം സാധനങ്ങൾ കൂടുതലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ചെറിയ മീനിൻ്റെ പീസുകളും കാര്യങ്ങളൊക്കെ കൂടുതലും ഫിഷ് ഐറ്റംസ്, വേംസ്, ലാർവ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചിക്കൻ കൊടുക്കാറുണ്ട്, പക്ഷേ സൂക്ഷിച്ച് മാത്രമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതൊരു സ്ഥിരമായിട്ടൊന്നും കൊടുക്കാറില്ല, ആഴ്ചയിൽ 1 തവണയൊക്കെയാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ 2 തവണയൊക്കെയായിട്ട് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയൻറ്റ് ഗൗരമിക്കൊക്കെ നല്ല റിസൾട്ട് ചിക്കൻ കൊടുത്തിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഓസ്കാറുകൾക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം ചിക്കൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. മറ്റു സാധനങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഈ മണ്ണിരകൾ, ലാർവകൾ, അതുപോലെ ചെമ്മീനും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ അങ്ങനെ ഫുള്ളി ഒരു ഗ്രോത്ത് ഫോക്കസ്ഡ് അല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു ടാങ്കാണ്. കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിതിൻ്റെ മൊത്തം കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. അതായത് കണ്ടീഷനായിട്ട് കിടക്കുന്ന വെള്ളം, അതുപോലെ മീനുകൾ ഇതിനകത്ത് സെറ്റായി ഓക്കെ ആണോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഗ്രോത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സാധാരണ പെല്ലറ്റാണ്. പെല്ലറ്റ് ഫുഡ് അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പക്ഷേ പെല്ലറ്റ് ഫുഡ് മാത്രം നമ്മൾ കൊടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയുക, കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല, സ്ലോ ഗ്രോത്ത് ആയിരിക്കും. എപ്പോഴും നമ്മൾ നോൺ വെജ് ഫുഡ് ഇതിൻ്റെ കൂടെ പെല്ലറ്റിന് കൂടെ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഈ ചെമ്മീൻ അല്ലെങ്കിൽ ഈ വേംസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും. എല്ലാ മീനുകളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഈ നോൺ വെജ് ഫുഡുകളാണ്, ഹൈ പ്രോട്ടീനുമാണ്. പിന്നെ മാത്രമല്ല ഈ നോൺ വെജ് ഫുഡും പെല്ലറ്റ് ഫുഡും കൊടുക്കുമ്പോൾ വ്യത്യാസത്തെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മീനുകൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇത്തരത്തിലുള്ള ഫുഡ് എന്ന് പറയുന്നത്. കാരണം അത് സോളിഡ് ആയിട്ടുള്ള റോ മീറ്റാണ്. അവർക്ക് അതായത് വയറ് നല്ല രീതിയിൽ ഫില്ലായ പോലെ തോന്നും, നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും അവർ. ഇത്തരത്തിലുള്ള ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്ത് സൂക്ഷിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. പെല്ലറ്റ് ഫുഡ് ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹൈ പ്രോട്ടീൻ സോഴ്സ് ഉള്ള പെല്ലറ്റ് ഫുഡുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു 40% അല്ലെങ്കിൽ 60% ഒക്കെ ഈ പ്രോട്ടീൻ ഉള്ള പെല്ലറ്റ് ഫുഡുകൾ ചൂസ് ചെയ്ത് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. കാരണം ഞാൻ ഈ ഒരു ഫിഷ് കീപ്പിങ്ങിന് കൂടുതലും പെല്ലറ്റ് ഫുഡാണ് മീനുകൾക്ക് കൊടുക്കുന്നത്. നോൺ വെജ് ഫുഡുകൾ കൊടുക്കുന്നത് വളരെ കുറവാണ്. നോൺ വെജ് ഫുഡ് ഞാൻ മെയിനായിട്ട് കൊടുത്തു തുടങ്ങിയത് നമ്മുടെ കാർ പോർച്ചിലുള്ള ആ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിക്കാണ്. അതിന് സഡൻ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് വന്നത്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ചിക്കൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ സൈസ് വലുതായത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പെല്ലറ്റ് ഫുഡിനേക്കാൾ നല്ല റിസൾട്ട് നമ്മുടെ റോ ആയിട്ടുള്ള മീറ്റുകൾ കൊടുക്കുമ്പോൾ, അതായത് ഈ മാംസം കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് മീനുകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു മീറ്റ് ഐറ്റംസ് കൊടുക്കുമ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു ആർത്തി, അത് പെല്ലറ്റ് ഫുഡിനോടൊന്നും കാണിക്കാത്തത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് കാണിക്കുന്നത് തന്നെ ഇവർക്ക് ഈ മീറ്റ് ഐറ്റംസിനോടുള്ള ആ ഒരു പ്രിയമാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ വെജ് ഐറ്റംസ് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചെമ്മീൻ, വേംസ്, ലാർവയിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുക റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഫീഡ് ചെയ്താൽ മതി, കുറച്ച് ഹെവി ആയിട്ടാണ് ഫീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ ചിക്കൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആൾക്കാരും മോൺസ്റ്റർ ഫിഷുകൾക്ക് കൊടുക്കുന്നത് ചിക്കൻ ഹാർട്ടാണ്. അത് വലിയ ഇഷ്യൂ ഉണ്ടാവാറില്ല, കാരണം അത് സോഫ്റ്റ് ടിഷ്യൂ ആണ്. അതേസമയം ചിക്കൻ്റെ പ്രോപ്പർ മാംസമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഹാർഡ് ടിഷ്യൂ ആണ്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ചിക്കൻ മീറ്റിനകത്തും ഹാർട്ടിനകത്തൊക്കെ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ഫീഡ് ചെയ്യുക. കണ്ടില്ലേ, അവർ നല്ല രീതിയിൽ തന്നെ അഡാപ്റ്റ് ആയിട്ട് നമ്മുടെ കൈയിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പേടി കൂടാതെ പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫീഡിങ്ങിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി. ജസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.